എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ സ്നേഹമുണ്ടായിരുന്ന ആളുമായിട്ട് പിരിഞ്ഞ് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ട് ഉള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ, അതല്ലെങ്കിൽ പോകാൻ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പല ആളുകൾക്കും പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഇതേപോലെ സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടാവും. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം മുന്നോട്ട് നടക്കാത്തൊരവസ്ഥ, അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത്, ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുന്നവരെ നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു കുപ്പിയെടുത്ത് അതിൽ കുറച്ച് കർപ്പൂരം ആ കുപ്പിക്കുള്ളിലേക്ക് ഇടുക. എന്നിട്ട് 21 ദിവസം രാവിലെ നിങ്ങൾ ഒരു തുളസിയില വീതം ഇടുക ആ കുപ്പിയിലേക്ക്. 21 ദിവസം നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ആ കുപ്പിയിലേക്ക് ആ തുളസിയുടെ ഇല ഇടുക. ഈ തുളസി ഇല നമ്മൾ കൊണ്ടുവരുമ്പോഴും അത് അതിലേക്ക് ഇടുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ആ കാര്യം ഉടനെ തന്നെ സാധിച്ചു കിട്ടും എന്ന് കരുതിയിട്ട് വേണം അതിലേക്കിടാൻ. ആ സമയത്ത് മറ്റ് ചിന്തകളൊന്നും നമ്മളിലേക്ക് വന്ന് മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നമ്മളതിലേക്ക് ഇടരുത്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ ശ്രദ്ധ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് തന്നെ ആയിരിക്കും. ഉടനെ തന്നെ ആ വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ ഉറച്ച ഒരു വിശ്വാസത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ സമയത്തിൻ്റെ ഉള്ളിൽ നടക്കും. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം തിരിച്ചറിയും. നിങ്ങളാ ചെയ്യുന്നത് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് രാവിലെ തന്നെ ചെയ്യണമെന്നില്ല, രാത്രിയിലും ചെയ്യാം. രാവിലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാത്രിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ആ കുപ്പിയെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഈ ഇല അതിൻ്റെ ഉള്ളിലേക്ക് 21 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഇടുക. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ കാര്യം പൂർത്തീകരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ കാര്യങ്ങൾ നടക്കും. പല ആളുകളും പല അവസ്ഥയിലായിരിക്കും. കാരണം നല്ല രീതിയിൽ സ്നേഹമായി മുന്നോട്ട് പോയിരുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അവർ വിട്ടു പോകുന്നത് ഒരു പക്ഷേ മറ്റു ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം, അതല്ലെങ്കിൽ ഈ ബന്ധത്തോടൊരു മടുപ്പ് തോന്നിയത് കൊണ്ടായിരിക്കാം. അധികവും മറ്റു ബന്ധങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആളുകൾ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുന്നത്. കാരണം ഇതിനേക്കാളും നല്ലൊരു ബന്ധം, അതല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാത്ത എന്തോ മറ്റേ ആളിൽ നിന്ന് കിട്ടുന്നു എന്ന് തോന്നുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. അത് അവർ മനസ്സിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളായിരിക്കാം. നിങ്ങളിൽ നിന്ന് കിട്ടാത്തത് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു, സംശയ രീതിയിൽ പെരുമാറുന്നു, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം ഇതിന്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ അവരോട് കുറച്ച് നല്ല രീതിയിൽ ആ തിരിച്ചു വരുമ്പോൾ പെരുമാറുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതേപോലെ തന്നെ ഉറപ്പായിട്ടും നടക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ 21 ദിവസം തുടർച്ചയായിട്ട് ഈ കാര്യം ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക. പിന്നെ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ, നടക്കുമോ നോക്കട്ടെ, ആ രീതിയിലല്ലാതെ എൻ്റെ കാര്യം നടക്കണമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ഈ കാര്യം ആ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കും. പിന്നെ ഇത് നടക്കാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് ഒരുപാട് നെഗറ്റീവ് ശക്തി അല്ലെങ്കിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് പല നല്ല കാര്യങ്ങളും വരാതെ ഒഴിവായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അത് എന്താണെന്ന് അറിഞ്ഞ്, എന്താണ് ആ തടസ്സങ്ങൾ, എന്താണ് ആ കാര്യങ്ങൾ നടക്കാത്തതെന്ന് മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.